ഹലോ ഗൈസ്, ഈ വട്ടത്തിലുള്ള നോക്കിയാൽ നിങ്ങൾക്ക് മയിലിനെ കാണുന്നില്ലേ? അതിനെ പിടിക്കാനാണ് എന്നെ തുറന്നു വിട്ടതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അല്ല ഗൈസ്, എന്നെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ, ഞാനാണ് ബംബിൾ ബി. ചേട്ടനെ തുറന്നു വിടാതെ എന്നെ മാത്രം തുറന്നു വിട്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ഒരു പണി വരുന്നുണ്ട് എന്നുള്ളത്. ആ കോട്ടിൽ കാണുന്ന ആളാണ് കേട്ടോ എന്റെ ചേട്ടൻ സിംബ. കാണുന്ന പോലെ ഒന്നല്ല, ആള് ഭയങ്കര വികൃതിയാണ്. ഈ അമ്മന്റെ വിചാരം കുളിക്കാൻ എനിക്ക് വളരെ മടിയാന്നാ. എനിക്കല്ലേ അറിയുള്ളൂ, എനിക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര ഉഷാറാണെന്നുള്ള കാര്യം. എന്നെ കുളിപ്പിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഗൈസ്. എനിക്ക് വെള്ളം ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അമ്മ തേച്ച് വരച്ച് എന്നെ കുളിപ്പിക്കുന്നതാണ് കേട്ടോ. കുളിപ്പിച്ച് ഞാൻ ഇല്ലാണ്ടാവുമെന്ന് തന്നെ എനിക്കിപ്പോൾ ഡൗട്ട് ഉണ്ട്. ഹായ് ഹായ്, ഷാമ്പൂവിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ്. ഇത് ഡോക്ടർ അങ്കിൾ എനിക്ക് പ്രത്യേകം പറഞ്ഞു തന്ന ഷാമ്പൂ ആണ് കേട്ടോ. അങ്ങനെ തന്നെ അമ്മേ. ഓ, എൻ്റെ കണ്ണ്, ചെവി, മൂക്ക്, ഓഹ്, ഞാനിപ്പോൾ തന്നെ വടിയായനെ. അമ്മാരി മസാജല്ലേ എനിക്ക് വരുന്നേ. ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് അമ്മയ്ക്കൊരു പണി കൊടുക്കണ്ടേ? ഇപ്പൊ കാണിച്ചു തരാം ഗൈസ്, ഞാൻ അമ്മയ്ക്കൊരു പണി കൊടുക്കുകയാണ്. പാവ അമ്മ, ഹി ഹി. എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. കണ്ടില്ലേ അമ്മ ഉമ്മ വെക്കുന്നത്? അങ്ങനെ കൂടിയെല്ലാം കഴിഞ്ഞ് അമ്മ എന്നെ വൃത്തിയാക്കുകയാണ് ഗൈസ്. ഹായ്, എനിക്ക് നല്ല ഷാമ്പൂന്റെ മണം. ഹായ് ഹായ്. അമ്മ എന്നെ സുന്ദരി കുട്ടിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ടവല് കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര സുന്ദരിയായിരുന്നു ഗൈസ്. വാവ്, പാവത്തിങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ. എന്റെ ഭംഗി കണ്ട് ഞാൻ തന്നെ മതി പറഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ടാസ്കാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്, പൊട്ട് വെക്കുന്ന പരിപാടി. അമ്മയ്ക്ക് ഞാൻ പൊട്ട് വെച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ, പിന്നെ എന്തിനാ ഈ പൊട്ടൊക്കെ വെക്കുന്നേ? കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഉറങ്ങാൻ പോവാണേ. അപ്പൊ ബൈ, ടാറ്റാ.